അയോധ്യയിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായില്ലെങ്കിലും പ്രതിഷ്ഠാ ചടങ്ങ് നടത്താനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള കഷ്ടപ്പാടിലാണ് അധികൃതരും തൊഴിലാളികളും. രാവിലെ മുതൽ രാത്രി 2 മണിവരെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതേസമയം നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുന്നേ പ്രതിഷ്ഠ നടത്തുന്നതിനെതിരെ ശങ്കരാചാര്യ മഠങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. അയോധ്യ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും പൂർത്തിയാക്കുന്നതിന് മുന്നേ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നതിൽ വലിയ വിമർശനമാണ് 4 ശങ്കരാചാര്യ മഠങ്ങളടക്കം ഉയർത്തുന്നത്. എന്നാൽ ജനുവരി 22-ന് പ്രധാനമന്ത്രി പ്രതിഷ്ഠാ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നേ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെയും പൂർത്തിയാക്കാനുള്ള കഷ്ടപ്പാടിലാണ് അധികൃതരും തൊഴിലാളികളും. ക്ഷേത്രത്തിലേക്കുള്ള വഴിയുടെ ഇരുവശങ്ങളും മതിൽ കെട്ടി അടയ്ക്കുന്നതിന്റെ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. നേരത്തെ രാത്രി 2 മണിവരെയൊക്കെയായിരുന്നു തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നത്. നിലവിൽ തണുപ്പിന്റെ പ്രശ്നം ഉള്ളതിനാൽ രാവിലെ മുതൽ രാത്രി 9 മണിവരെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. पहले 2 बजे रात तक करते थे, सुबह से 2 बजे रात तक ले 2 बजे रात तक। हाँ, 2 बजे रात तक हम लोग का काम चल रहा है हाथ का, जो मतलब धनुष उसमें हाथ रहेगा और वो लाइट पे फिट रहेगा पूरा वो भी गदा धनुष सब मतलब वो काम चल रहा है उसका. പ്രതിഷ്ഠയ്ക്ക് മുന്നേ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായില്ലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി മോദിയുടെ ഉദ്ഘാടന ചടങ്ങിന് മുന്നേ അയോധ്യയ്ക്ക് പുതിയ മുഖഛായ നൽകാൻ തന്നെയാണ് ലക്ഷ്യം. പ്രതിഷ്ഠാ ചടങ്ങിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള തത്രപ്പാടിലാണ് അധികൃതരും തൊഴിലാളികളും. അയോധ്യയിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം വിഷ്ണു തലവൂർ.